ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടങ്ങി. ഗോവയിൽ നിന്ന് ഇപ്പോൾ കർണാടകയിലെത്തി. ഇതാണ് കേട്ടോ കർണാടകയിലെ ഒരു പെട്രോൾ റേറ്റ്. അവിടെ നിന്നാണ് ഞങ്ങൾ പെട്രോൾ അടിച്ചത്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ ലഞ്ച് കഴിച്ചു. ഇത് മുരുദേശ്വറിന് അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ്. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയല്ല, അടിപൊളി ഫുഡായിരുന്നു. ടിപ്പിക്കൽ ഉടുപ്പി ഫുഡായിരുന്നു. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഇപ്പോൾ പശ്ചിമഘട്ട നിരകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്, അതായത് വെസ്റ്റേൺ ഗട്ട്സ്. അതിനുള്ളിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്, സൂപ്പർ ബ്യൂട്ടിയാണ്, നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇഷ്ടംപോലെ വന്യജീവി സങ്കേതങ്ങളാണ് ഈ പോകുന്ന വഴിയിലൊക്കെ. പക്ഷേ ഞങ്ങൾ വന്യജീവികളൊന്നും കണ്ടില്ല. പോകുന്ന വഴിക്ക് കാടിൻ്റെ നടുവിൽ കുറേ വീടുകളും ഗ്രാമങ്ങളൊക്കെ കണ്ടെന്ന് മുന്നോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വനത്തിൽ വെച്ചിട്ട് ഒരു സ്കൂള് കണ്ടായിരുന്നു കേട്ടോ. ഒരു അടിപൊളി സ്കൂള്, കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഇതായിരുന്നു കേട്ടോ ആ സ്കൂള്. നല്ല രസമുണ്ട്. കുറേ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടായിരുന്നു അവിടെ. ബാക്ക്ഗ്രൗണ്ട് നോക്കി, നാച്ചുറലി അടിപൊളി സ്ഥലം. എന്താ പറയുക, നമ്മളൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള സ്കൂളൊക്കെ ഞങ്ങൾ ഈ ചിത്രങ്ങളിലും ഫോട്ടോകളിലും സിനിമകളിലൊക്കെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം നേരിട്ട് കണ്ടപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി. നോക്കിക്കേ, അടിപൊളി ഒരു സൂപ്പർ ഫീല്. പക്ഷേ മഴ സമയത്തൊക്കെ എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. അവിടെയുള്ള ജീവിതമൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെ അതൊക്കെ കടന്ന് മുന്നോട്ട് ഇപ്പോൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൺസൂൺ സമയമായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യുന്ന സമയത്തുള്ള വിഷ്വൽസ് ഒന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഈ പോകുന്നത് NH-275 ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം. ഈ കാണുന്നത് കാവേരി നദിയുടെ ജന്മസ്ഥലമാണ്. ഇവിടുന്ന് ഉത്ഭവിച്ചിട്ട് കാവേരി നദി മൈസൂർ വഴി തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. കാവേരി നദി എല്ലാവർക്കും പരിചയമുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഞങ്ങൾ മൈസൂറിന് അടുത്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിക്കാണ് കേട്ടോ കൂർഗിൻ്റെ ഏരിയ വരുന്നത്. അങ്ങനെ കൂർഗൊക്കെ പിന്നിട്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ടിപ്പിക്കലായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ആണ്. നല്ല നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഉള്ളൊരു ഫോറസ്റ്റ് ഏരിയ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കടന്നിപ്പോൾ മൈസൂറിൻ്റെ അടുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മൈസൂറൊക്കെ എത്തുന്നതിനടുപ്പിച്ച് ജനവാസ മേഖലയൊക്കെ ആയി തുടങ്ങി കേട്ടോ. വീടുകളും വാഹനങ്ങളൊക്കെ എണ്ണം കൂടാൻ തുടങ്ങി. അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങി. ഇങ്ങനെ പോകുന്ന വഴിക്കൊരു കരിമ്പിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ അവിടെ കിട്ടിയായിരുന്നു, അതൊക്കെ മേടിച്ച് കഴിച്ചു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ്സൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള മൈസൂർ സിറ്റിയിലെത്തി. ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റികളിൽ ഒരെണ്ണമാണ് മൈസൂർ എന്ന് പറയുന്നത്. ടിപ്പിക്കലായിട്ട് അടിപൊളി ക്ലീനാണ് കേട്ടോ. ഇതാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ. മൈസൂർ എന്ന് പറയുമ്പോഴത്തേക്കും സാമൂഹികപരമായിട്ടൊക്കെ ഇഷ്ടംപോലെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ളൊരു സിറ്റിയാണ്, കർണാടകയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും. അനേകം മലയാളികളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ മൈസൂർ എന്ന് പറയുന്നത്. നമ്മളിൽ പലരും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും ഈ മൈസൂരിലൊക്കെ. മൈസൂർ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും വന്നിട്ടുണ്ടാവും. അങ്ങനെ മൈസൂരിൽ വന്നിട്ട് ഞങ്ങൾ ലിവാന എന്ന് പറയുന്നൊരു ഹോട്ടലായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്തത്. ഇതാണ് ആ ഹോട്ടൽ. ഇതുവരെ സ്റ്റേ ചെയ്തിട്ടുള്ള ബെസ്റ്റ് ഹോട്ടൽ ഇതായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഹോട്ടൽ അടിപൊളി, ഒരു രക്ഷയില്ല. കുറേ ടെക്നിക്കലി കുറേ അഡ്വാൻസ്ഡ് ആണ് ഹോട്ടൽ. പിന്നെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം പ്ലാൻ ഇട്ടത് ബൃന്ദാവൻ ഗാർഡൻ കാണാനാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് പിന്നെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് തിരികെ വന്നു. വരും ദിവസങ്ങളിൽ അത് കാണാമെന്ന് ഇങ്ങനെ പ്ലാൻ ഇട്ടു. അങ്ങനെ തിരികെ റൂമിലേക്ക് വന്നു. നാളെ മുതൽ മൈസൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ വരും എപ്പിസോഡുകളിൽ കാണാം. താങ്ക്